ഡി എം കെയെ പിടികൂടിയിരുന്ന ഒരു ബാധ കൂടി ഒഴിയുന്നു. ഒരു ഭൂതബാധ ഉണ്ടായിരുന്നു, അതുകൂടി ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ആദ്യം കോൺഗ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ആ കോൺഗ്രസ് ഒഴിഞ്ഞു. ഇപ്പോൾ ലീഗ് കൂടി ഡി എം കെ വിട്ടിരിക്കുകയാണ്. ഡി എം കെക്ക് ഇനി ധൈര്യമായിട്ട് എൻ ഡി എയുടെ ഭാഗമാകാം, ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ കഴിയും എന്നൊരവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ മാറുന്നത്. സാറ് ദീർഘകാലം തമിഴ്നാട്ടിൽ മാധ്യമപ്രവർത്തകനായിരുന്നു, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. എങ്ങനെ വിലയിരുത്താം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഡി എം കെ മുന്നണിയിലെ മാറ്റവും? ഇനി ഡി എം കെയുടെ ഏത് സ്ഥാനത്തേക്ക് മാറും? എൻ ഡി എക്കൊപ്പം വരുമോ, ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമോ, മോദിയുടെ തോളിൽ കൈയിട്ട് നിൽക്കാനായിട്ട് സ്റ്റാലിൻ തയ്യാറാവും എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് സ്റ്റാലിൻ പ്രിയനൊരു കാര്യം മനസ്സിലാക്കണം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഡി എം കെയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെയുള്ള പരസ്പര ബന്ധങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അപ്പോൾ ഡി എം കെ കോൺഗ്രസ് ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു, അത് ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. കാരണം കൊണ്ട് 4 MLA കിട്ടിയിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്സിന്. അത് ജയിച്ചത് ഡി എം കെയുടെ വോട്ട് കൊണ്ടാണ്, അല്ലാണ്ട് കോൺഗ്രസ്സിനവിടെ വോട്ടും പറ്റില്ല. 4 MLA ജയിച്ചു. അത് കഴിഞ്ഞ് വിജയ്ക്ക് നമ്മുടെ ജോസഫ് വിജയ്, അയാൾക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്. അപ്പോൾ അയാളുടെ കൂടെ ചേർന്ന് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തു. ആ സമയത്ത് കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡി എം കെയോട് ഒരു വാക്ക് പോലും പറയാതെയാണ് ഒരു സുപ്രഭാതത്തിൽ ഡി എം കെയുടെ തോളത്ത് നിന്നിരുന്ന കോൺഗ്രസ് ജോസഫ് വിജയുടെ തോളത്തേക്ക് ചാടിക്കയറി അവിടെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതേപോലെ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM CPI ഒക്കെ ഡി എം കെ മുന്നണിയിൽ നിന്നും വിട്ട് ഇപ്പോൾ ജോസഫ് വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് മുസ്ലിം ലീഗിന് ഒരു സാമാന്യ മര്യാദ കാണിച്ചു. അവർ സ്റ്റാലിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കൂ, ഞങ്ങൾക്ക് അധികാരമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ ആൾക്കാർക്ക് മന്ത്രി ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അപ്പം ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ മന്ത്രിപദം കിട്ടുന്നതാണ് പറഞ്ഞേക്കണേ, ഞങ്ങൾ പോവാം, അപ്പം മറ്റാകുമ്പം തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരും ഇവിടേക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്റ്റാലിൻ അവരോട് പറഞ്ഞു, ശരി നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കേരളത്തിലും അങ്ങനെ പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മുടെ PC തോമസ് ഇല്ലേ, PT ചാക്കോയുടെ മോൻ, അയാൾ NDAയുടെ മുന്നണിയിൽ ആദ്യത്തെ ഗവൺമെൻറ്, വാജ്പേയി ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്നു. 1999 തൊട്ടുള്ള നിയമമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് അയാൾ ഇവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിച്ച് അയാൾ മാത്രമേ ജയിച്ചുള്ളൂ. NDA ഇതായിട്ടൊക്കെ BJPക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷെ BJP LK അദ്വാനി ഇവിടെ വന്ന് പ്രചരണമൊക്കെ നടത്തി അയാൾ ജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മാത്രമായിപ്പോയി NDAക്ക് ഒരു MP ആയത്. അപ്പോൾ അയാൾ അവിടെ പോയി കഴിഞ്ഞാൽ വല്ലതും കിട്ടും, മാണി ഗ്രൂപ്പ് അല്ലേ, നല്ല കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇയാളെ പോയി ജോസഫ് മറ്റേ അദ്വാനിയുടെ അടുത്തും വാജ്പേയിയുടെ അടുത്തും പറഞ്ഞു, അവർ വിളിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, അപ്പം ഞാൻ എങ്ങനെയെങ്കിലും പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പൊക്കോളൂ, നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾ അത് മേടിച്ചതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് PC തോമസ് അങ്ങേപ്പുറത്ത് പോയത്, 2004 UPAയിൽ പോയത്. പിന്നെ മന്ത്രിപദം കിട്ടിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം അയാളുടെ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ട് തോന്നുന്നു അല്ലേ, എവിടെ കാണും മിക്കവാറും. പേരൊന്നും കാണാറില്ല. ഇപ്പം ഏതെങ്കിലും കേരള കോൺഗ്രസ് ഇടയ്ക്ക് വീണ്ടും NDA മുന്നണിയിലേക്ക് വന്നായിരുന്നു, വന്നതിന് ശേഷം പിന്നെയും വിട്ടു എന്നാണ് തോന്നുന്നത്. അത് ശരി. അപ്പൊ ഒരു ആയാറാം ഗയാറാമാണ് മൂപ്പര്. അറിയില്ല. ഈ DMK യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് കച്ചവടക്കാരാണ്. DMK കാര് അരിക്കച്ചവടവും ഗോതമ്പ് കച്ചവടവും പിന്നെ കമ്മോഡിറ്റി ട്രേഡിങ്, ഇതൊക്കെയാണ് അവരുടെ പ്രധാന പരിപാടി. അപ്പൊ രാഷ്ട്രീയം അവർക്ക് ഒരു ബിസിനസ്സാണ്, ഒരു കച്ചവടമാണ്. ഇപ്പം ഇവിടെ ഈ കടയിൽ ലാഭമൊന്നുമില്ല നിന്നിട്ട്, സ്റ്റാലിൻ്റെ കൂടെ നിന്നിട്ട് ലാഭമൊന്നുമില്ല. സ്റ്റാലിനാണെങ്കിൽ കേന്ദ്രത്തിലും വോയിസ് ഇല്ല, സംസ്ഥാനത്തും വോയിസ് ഇല്ല ഉണ്ടായി. അപ്പോൾ എന്താ, എവിടെ നിന്നാലോ 4 കാശ് തടയുക എന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ഉദ്ദേശം. അപ്പം അങ്ങനെ പോയതാണ്. അല്ലാണ്ട് ഇപ്പോൾ DMK NDAയിൽ പോവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞത് മുഴുവൻ വിഴുകേണ്ടി വരും. രാവും പകലും നരേന്ദ്രമോദിനെ കുടുംബം അടച്ച് ചീത്ത വിളിച്ചിരുന്ന ആളാണ് സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും. അത് മാത്രമല്ല, അതിനപ്പുറത്ത് കിടന്നിട്ട് സനാതന ധർമ്മത്തെ ഡെങ്കിപ്പനി പോലെയോ തക്കാളിപ്പനി പോലെയോ എയ്ഡ്സിനെ പോലെയൊക്കെ വർജിക്കേണ്ടതാണ്, തല്ലിക്കൊല്ലേണ്ടതാണെന്ന് പറഞ്ഞ ആളാണ് ഉദയനിധി സ്റ്റാലിൻ. ഇതെല്ലാം കഴിഞ്ഞ ആളെങ്ങനെയാണെന്തോ BJPയുടെ അടുത്തേക്ക് വരാൻ പോണത്. അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴൊക്കെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ DMK-കാർ അദ്ദേഹത്തിനെതിരെ ബ്ലാക്ക് ഫ്ലാഗ് ഡെമോൺസ്ട്രേഷൻ, കരിങ്കൊടി പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിമാനത്തിൽ വരണമെന്ന് കണ്ട് കറുത്ത ബലൂൺ മുകളിലോട്ട് പറത്തിവിട്ട ആൾക്കാരാണ്.
അവരുടെ കൂടെ ശിങ്കിടികളായിട്ട് മറ്റേ തിരുമാവളവനും വൈക്കോയൊക്കെ ഉണ്ട്, വയ്യാപുരി ഗോപാലസ്വാമിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരിപ്പോൾ ഒന്നും നിവൃത്തിയില്ലെങ്കിൽ, കാരണം ഒരു ചെറിയ പ്രശ്നമുണ്ട് ഡി എം കെ, അധികാരമില്ലാണ്ട് ഡി എം കെ സർവൈവ് ചെയ്യില്ല. പ്രത്യേകിച്ച് 96 തൊട്ട് അവർ ഒന്നിൽ തമിഴ്നാട്ടിൽ അതല്ലെങ്കിൽ കേന്ദ്രത്തിൽ അവർക്ക് പവർ ഉണ്ടായിരുന്നു, അധികാരം ഷെയർ ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്ത് നാണം കെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല എൻ ഡി എക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ അവർ തീരുമാനിച്ചു വന്നിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഇനിയൊരു അങ്ങനെ മുമ്പോട്ട് പോകുന്തോറും ഡി എം കെക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത കുറച്ച് ഇല്ലാതായി വരിക. ഒന്നാമത് ഡി എം കെക്ക് അകത്തുള്ള ആഭ്യന്തര കലഹം. ഇപ്പോൾ കരുണാനിധിയുടെ മൂന്നാമത്തെ ഭാര്യയുടെ ആദ്യത്തെ മോളാണ് കനിമൊഴി. കരുണാനിധിയുടെ രണ്ടാമത്തെ ഭാര്യ ദയാലു അമ്മാളിൻ്റെ മൂന്നാമത്തെ മകനാണ് സ്റ്റാലിൻ. അവർ തമ്മിൽ അടിയാണ് പാർട്ടിയിലെ കൺട്രോളിന് വേണ്ടിയിട്ട്. അപ്പം സ്റ്റാലിനാണെങ്കിൽ സ്റ്റാലിൻ്റെ മകനെ ഉദയനിധിയെ അടുത്ത മുഖ്യമന്ത്രിയാക്കണം. അപ്പോൾ കനിമൊഴിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ മുഖ്യമന്ത്രിയാകാനായിട്ട്? അതുകൂടാണ്ട് സ്റ്റാലിൻ്റെ കസിനാണ് 2 മാരന്മാർ, ദയാനിധി മാരനും കലാനിധി മാരനും. അതിൽ ഈ ദയാനിധി മാരൻ ഡി എം കെയുടെ എം പി ആയിട്ടും പിന്നെ എന്താ കനിമൊഴിയുടെ വായ്പാട്ട് പാടാനായിട്ടാണ് കൂടെ നടക്കുന്നത്. അവർ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ഹിയർ 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 എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ മാത്രമേ അയാൾക്ക് ജോലിയുള്ളൂ, വേറെ ഒരു പണിയില്ല. ഒരക്ഷരം സ്വതന്ത്രമായിട്ട് മിണ്ടാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല അയാൾക്ക്. അപ്പം അതിനുള്ളിൽ ആഭ്യന്തര കലഹമുണ്ട്. അപ്പം ഇതെല്ലാം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അധികാരം വേണം. ചിലപ്പോൾ എങ്ങാനും വല്ലതും അപകർഷണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ മതി. അപ്പോൾ പിന്നെ ഡി എം കെക്ക് പറയാമല്ലോ, അല്ല മുസ്ലിം ലീഗിന് പറയാമല്ലോ, ഞങ്ങൾക്ക് ദേശീയ ജനാധിപത്യ സഖ്യോ BJP ആയിട്ട് ബന്ധമൊന്നുമില്ല എന്ന് മുസ്ലിം ലീഗിന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ലൊരു ഓഫർ കൊടുത്താൽ മുസ്ലിം ലീഗ് അപ്പുറത്തേക്ക് NDAയിലേക്ക് വരും. അത് ഉറപ്പാത്. ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് അവർ ദേ ആർ ഗുഡ് ബിസിനസ്മെൻ. കച്ചവടം നടത്താൻ അവർ കാശുണ്ടാക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ശരി മുസ്ലിം ലീഗ് NDAയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടാവില്ല. നല്ല കാര്യം, ആർക്കെങ്കിലും നഷ്ടമുള്ള കാര്യമാണ്. 4 കാശ് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് ആരെങ്കിലും വെക്കുമോ? അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ലീഗ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ലീഗിന് ഒരുപാട് സ്ഥാനം കൊടുത്തതായിരുന്നു DMK. കാരണം നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് DMK, അല്ലെ മുസ്ലിം ലീഗ്. അവരിരുന്നിട്ട് പാണക്കാട് തങ്ങളിരുന്നിട്ട് പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ഒരു അള്ളാഹു അക്ബർ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തമിഴ്നാട്ടിലൊരു സ്ഥാനാർത്ഥി DMKയുടെ മുന്നണിയിലാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിട്ട് വലിയ ആഘോഷത്തോടു കൂടിയാണ് അവരതിനെ സ്വീകരിച്ചത്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് സർക്കാരിൻ്റെ ഭാഗമായി പാർലമെൻറ്റിലേക്കും ഈ പറയുന്ന നിയമസഭയിലേക്കും എല്ലാം DMKയുടെ ഔദാര്യത്തിൽ കടന്നുകൂടിയതിന് ശേഷം ഇപ്പോൾ അവർ ഈ പറയുന്ന നയം മാറുക എന്ന് പറയുമ്പോഴത്തേക്കും DMK പിന്നീട് അവരോട് പൊറുക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ വൈരമാണ് കോൺഗ്രസിനോട്. ഇതിനു മുമ്പ് മുസ്ലിം ലീഗ് DMKനെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എന്താണ് പറയണ, ഈ പ്രൊഡിഗൽ സൺ എന്നുള്ള രീതിയിൽ തിരിച്ചു വന്നപ്പോൾ കേരള കോൺഗ്രസിൽ പറഞ്ഞു കേട്ടില്ലേ, ആടിനെയോ പശുവിനെയൊക്കെ ഇറച്ചി വെച്ച് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ സ്വീകരിച്ചിട്ടില്ല. എന്ത് പോളിസി, ഈ ഐഡിയോളജി രാഷ്ട്രീയത്തിലൊക്കെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടണം പണം എന്നുള്ളതാണ്. അതിപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും കൊള്ളാം, ക്രിസ്ത്യൻ ലീഗ് ആണെങ്കിലും കൊള്ളാം, കാശ് കിട്ടണം എവിടെയാണ് അവരവിടെ പോയി കുത്തുക വരും. അതെ. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്. ഇനി ഈ BJP ഹിന്ദുക്കളെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന DMKക്ക് BJPയോടൊപ്പം വരാൻ പറ്റുമെന്നാണ് സാറ് ചോദിച്ച മറ്റൊരു കാര്യം കൂടി. ഈ മുസ്ലിം ലീഗിനെ സ്വീകരിച്ചവർക്ക്, ഇല്ലെങ്കിൽ എന്ത് ചതി ചെയ്ത കോൺഗ്രസിനെ പിന്നീട് സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് മറ്റേത് മുന്നണിയെടുത്തും കാല് പിടിച്ച് കൂടെ കയറാൻ വലിയ പാടൊന്നുമില്ലല്ലോ. പ്രിയൻ, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്നാണല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന പ്രധാനമന്ത്രിയായിട്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഈ പറയുന്ന മുസ്ലിം ലീഗോ CPM കോൺഗ്രസോ ഒന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അന്ന് കോൺഗ്രസിന് ഒരൊറ്റ സീറ്റിൽ പോലും കെട്ടിവെച്ച പൈസ കിട്ടിയില്ല. നിന്നിടത്ത് മുഴുവൻ തോറ്റുപോയി. 4% വോട്ട് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പോൾ ചെയ്തതില്ല 4% വോട്ട് പോലും കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, DMK എന്ന് പറയുന്ന ക്രച്ചസ് ഇല്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അഖിലേന്ത്യാ തലത്തിൽ BJP വരണം. അതെനിക്ക് നടക്കുന്ന തോന്നണില്ല. ഇപ്പോൾ ഈ കുറച്ച് നാൾ കഴിഞ്ഞാൽ പട്ടി ചന്തയ്ക്ക് പോയ പോലെ കോൺഗ്രസ് DMK ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ വിജയുടെ കാര്യത്തിൽ, വിജയുടെ തെരഞ്ഞെടുപ്പ് TVK എന്ന് പറയുന്ന പാർട്ടി ഒരു മോബാണ്.
MOB മോബ് എന്ന് പറയില്ലേ നമ്മൾ, മോബ്, അതാണ്, ആൾക്കൂട്ടമാണ്. അവർക്ക് ഐഡിയോളജിയില്ല, ഈ പറയുന്ന പ്രത്യയശാസ്ത്രമില്ല, ലക്ഷ്യമില്ല, ഒന്നുമില്ല. ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഴുവൻ ക്രിസ്ത്യൻസാണ്. ലോട്ടറി മാർട്ടിൻ, സാന്റിയാഗോ മാർട്ടിൻ, അയാളുടെ ഭാര്യ, ദെൻ അയാളുടെ മരുമകൻ, പിന്നെ അതുപോലെ ജെപ്പിയാർ എന്ന് പറഞ്ഞ സത്യഭാമ യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥനായിരുന്നു ജെപ്പിയാർ, അയാളുടെ മരുമകൻ, അയാളും ഗുണ്ടയാണ്. അപ്പോൾ ഇവർ മുഴുവനൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, തിരുപ്പറൻകുன்றത്ത് ദീപത്തൂണിൽ വിളക്ക് കത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് അവരുടെ മന്ത്രിയെ പറഞ്ഞിരിക്കില്ല. സുപ്രീം കോടതി ഉത്തരവിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇത് ജനങ്ങൾ ഓടിപ്പോയി വോട്ട് കുത്താൻ കാരണം എന്താ? വിജയ്ക്ക് വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. ഈ അണ്ണാമലൈ BJP-യിലുണ്ടായിരുന്നു. BJP-ക്കാർ അദ്ദേഹത്തെ ടോട്ടലി സൈഡ് ലൈൻ ചെയ്തു. എടപ്പാടി പഴനിസ്വാമിക്ക് സ്വന്തം പരിമിതികളെ കുറിച്ച് അയാൾ ബോധവാനല്ലായിരുന്നു. അയാൾ വിചാരിച്ച അയാളാണ് അടുത്ത ജയലളിത എന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. അയാൾ ഒരു ചുക്കുമല്ല. അയാൾ ജയലളിതയുടെ വീട്ടിൽ ജോലിക്ക് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ് എടപ്പാടി പഴനിസ്വാമി. അതുകൊണ്ടാണ് അയാൾ തോറ്റ ചരിത്രം മാത്രമല്ലേ ഉള്ളൂ. അയാൾ 2017 മുഖ്യമന്ത്രിയായി. അതിനുശേഷം 19 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 19 ഉപതെരഞ്ഞെടുപ്പിൽ 19 അയാൾ തോറ്റു. അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, എല്ലാത്തിലും തോറ്റു. നിയമസഭയിലേക്ക് ഇലക്ഷൻ നടന്നു, അതിലും തോറ്റു. ഇനിയും ഇത്തവണയും തോറ്റിരിക്കുന്നു. ഇത്തവണ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല എന്നാണ് ADMK-ക്ക്. കഴിഞ്ഞ തവണ എങ്ങാണ്ട് ഒരു സീറ്റ് കിട്ടി, 2019 ഒരു സീറ്റ് കിട്ടി. 2021 കഴിഞ്ഞ 19 ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തത്. പന്നീർശെൽവൻ്റെ മകൻ മാത്രം ജയിച്ചു ഒരു സീറ്റിൽ, ബാക്കി എല്ലാവരും തോറ്റു. ഇപ്പം ഈ പന്നീർശെൽവൻ്റെ മകൻ ഇപ്പോൾ DMK-യിലാണ്, പന്നീർശെൽവനും DMK-യിലാണ്. ജയലളിതയ്ക്ക് ജയ് വിളിച്ചിരുന്ന ആളിപ്പോൾ കരുണാനിധിക്ക് ജയ് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീഴുമായിരുന്നു. അതെ, എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അയാൾ കാലിൽ വീഴുന്നത് സത്യപ്രതിജ്ഞ ചെയ്യാൻ നേരത്ത്. അപ്പോൾ ജയലളിത പറഞ്ഞു, എഴുന്നേറ്റ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും മുൻപിൽ കണ്ടുകൊണ്ട് നിൽക്കുക. ഇത് നാണം കിട്ട മനുഷ്യരെ അവർ. ഈ പുരുഷൻ എന്നുള്ള ഒരു വർഗത്തോട് നമുക്ക് വെറുപ്പ് തോന്നുന്നത് ഈ പന്നീർശെൽവൻ, ഈ എടപ്പാടി പഴനിസ്വാമി, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പെരുമാറ്റം കാണുമ്പോഴാണ്. പണ്ടൊരു മധുസൂദനൻ ഉണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയക്കാരൻ, ADMK-കാരൻ, കൊമ്പം മീശയൊക്കെ വെച്ചിട്ട് വരും. ജയലളിതയുടെ അടുത്ത് വരുമ്പോൾ മീശ തൂങ്ങി ഇങ്ങനെയൊക്കെയാണ് നിൽക്കുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതുപോലെയുള്ള രാഷ്ട്രീയത്തിൽ അത്രയ്ക്കേ ഉള്ളൂ പ്രിയൻ. ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് നാളെ വീണ്ടും തിരിച്ചു പോകും DMK ക്യാമ്പിലേക്ക്, അല്ലെ ADMK ക്യാമ്പിലേക്ക് തിരിച്ചു പോയാൽ പോരെ. അതെ, ഏതായാലും അവർക്ക് അധികാരമില്ലാതെ, സ്ഥാനമില്ലാതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് അത് വലിയ വിഷമം. അധികാരമില്ലാണ്ട് പൊതുജന സേവനം നടത്താൻ പറ്റൂല അവർക്ക്. അധികാരം, പൊതുജന സേവനം വേണം, അധികാരം വേണം, അതില്ലെങ്കിൽ പറ്റൂല. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ തന്നെ അത് ചെയ്യണം. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലുണ്ട്, അത് നേര് പറയുന്ന ഒരു ചാനലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോടും പറയാം. ഒപ്പം നമുക്ക് 2 ചാനലുകൾ കൂടിയുണ്ട്. നമ്മളൊരു ഡിവോഷണൽ ചാനലുണ്ട്, പുണ്യം ബൈ ഇന്ത്യ ലൈവ്. C4N എന്ന് പറയുന്ന മറ്റൊരു ചാനലും കൂടിയുണ്ട്, ന്യൂസ് ചാനലാണ്. ഈ 2 ചാനലുകൾ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് മലയാളം, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, C4N മറക്കരുതേ.